നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവമക്കൾ എപ്പോഴും വാടിയ മുഖത്തോടു കൂടിയാണ് ഇരിക്കേണ്ടത്. പിന്നെ എങ്ങനെ ഇരിക്കണം? സന്തോഷത്തോടെ ഇരിക്കും. ഇന്ന് നിങ്ങളോട് വചനം സംസാരിക്കുന്ന ആളുടെ പേരെന്താ? സന്തോഷം. അപ്പോ നമ്മളെല്ലാം എങ്ങനെ ഇരിക്കണം? സന്തോഷത്തോടെ ഇരിക്കണം, അല്ലേ? നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് നോക്കിയാ, ഒരു കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് പറയാൻ പറ്റുമോ? അല്ലേ? ഒന്ന് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് ജസ്റ്റ് നോക്കിയാൽ ഒന്ന് നോക്കിയോ, ജസ്റ്റ് അടുത്തിരിക്കുന്ന ആരെന്ന് അറിയാൻ വേണ്ടിയാ. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, അടുത്തിരിക്കുന്ന ആരുണ്ടോ ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ പല്ല് വെളി കണ്ടപ്പോ നിങ്ങളുടെ മുഖം കാണാൻ എന്ത് സുന്ദരനും സുന്ദരിയുമായിരുന്നു നിങ്ങൾ. ദൈവത്തിന്റെ മക്കൾ വാടിയ മുഖത്തോടു കൂടിയല്ല, പിന്നെ എങ്ങനെയാ? സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം, സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കേൾക്കുന്ന വചനം നമ്മളിൽ രൂപാന്തരം ഉണ്ടാക്കുകയുള്ളൂ. എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും, നിങ്ങൾ മതം മാറ്റാൻ വന്നതല്ല. ഞങ്ങൾ മതമൊന്നും മാറ്റാൻ വന്നതല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ അവസ്ഥ കണ്ട് ഏറ്റവും കൂടുതൽ ഹൃദയം നുറുങ്ങി കരയുന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ ഈ ദേശത്ത് വന്ന് ദൈവത്തിന്റെ സുവിശേഷം പറയുന്നത്, ഞങ്ങൾ ആരെയും മതം മാറ്റുവാനോ ആരെങ്കിലും സഭയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരുവാനോ ഒന്നുമല്ല. ദൈവത്തിന്റെ തിരുവചനം എന്ത് പറയുന്നുവോ അത് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാ. ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ കയ്യിലല്ല. എന്നാൽ അറിഞ്ഞ സത്യത്തെ നിങ്ങളോട് വിളിച്ചു പറയുവാൻ വേണ്ടി ഇന്ന് നിങ്ങളുടെ മധ്യയായിരിക്കുമ്പോ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിന് 10-11 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. സഹോദരന്മാർ ഉടനെ ഒറ്റ മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇരുപത് വായിച്ചോ. സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലോസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. ഓക്കെ, ഇവിടെ പൗലോസിനെയും ശീലാസിനെയും എവിടേക്ക് പറഞ്ഞു വിട്ടു? ബെരോവയിലേക്ക് പറഞ്ഞു വിട്ടു. ആരൊക്കെയ? പൗലോസും ശീലാസും. ഓക്കെ, ഇവിടെയുള്ള കുറച്ച് പാസ്റ്റർമാർ, സോമൻ പാസ്റ്റർ, അല്ലേ, ധർമ്മദാസ് പാസ്റ്റർ, അങ്ങനെ അടങ്ങുന്ന ഒരു കൂട്ടം പാസ്റ്റർമാരെ എവിടേക്ക് പറഞ്ഞു വിട്ടു? ഗണപതിക്കലിലേക്ക് പറഞ്ഞു വിട്ടു. സോ നോക്കിയേ, ഇവിടെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയിലേക്ക് പറഞ്ഞു വിട്ടു. ഓക്കെ, വായിച്ചോ. അവിടെ എത്തിയേറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവിടെ എത്തിയേറെ അവർ ആരുടെ പള്ളിയിൽ പോയി? യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. പറയുന്നെന്താ? അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ എന്തായിരുന്നു? ഉത്തമന്മാരായിരുന്നു. നോക്കിയേ, തിരുവനന്തപുരത്തിന്റെ പ്രദേശത്ത് നിന്ന് വന്ന് നിങ്ങളോട് ഞാൻ ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ അവിടെയുള്ള ജനത്തിനേക്കാൾ ഉത്തമർ ആരാ? ഗണപതിക്കല്ലുകാരാ. ഹല്ലേലൂയ, ഗണപതിക്കല്ലുകാരാ. ഓക്കെ, അങ്ങനെ ബെരോബയിൽ വന്ന് അവര് ഉത്തമന്മാരായിരുന്നു. അടുത്ത വായിച്ചോ. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ. ഇവിടെ പറയുന്നത് വെറുതെ അല്ല. ഗണപതിക്കല്ലുള്ള ആൾക്കാര് വചനം വെറുതെ അല്ല പഠിക്കുന്നത്. അവരെങ്ങനെയാ പഠിക്കുന്നത്? പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അത് സത്യമാണോ അത് മിഥ്യയാണോ എന്ന് ദിനം പ്രതി അവരെന്ത് ചെയ്തു? തിരുവെഴുത്തുകളെ അവർ ശോധന ചെയ്തു, പരിശോധിച്ചു വന്നു. കേൾക്കുന്ന വചനം സത്യമാണെന്ന് അറിയണ്ടേ? ആണോ? കേൾക്കുന്ന വചനം സത്യമാണെന്ന് അറിയണ്ടേ? കർത്താവായ യേശുക്രിസ്തു ചോദിച്ചു, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിച്ചപ്പോ കർത്താവിന്റെ മറുപടി എന്തായിരുന്നു? പാസ്റ്റർമാരും ഉണ്ടായിരിക്കണം ഇവിടെ, അവരെ പറയട്ടെ. പറഞ്ഞോ, എനിക്ക് വയറ് തരണം. പറഞ്ഞ യേശു എന്താ പറഞ്ഞേ? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ അപ്പൊ നിങ്ങളെ തെറ്റിക്കും. എന്താ പറഞ്ഞേ? കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പൊ ആരോ നിങ്ങളെ തെറ്റിക്കാൻ വരുന്നുണ്ട്.
ആരൊക്കെയോ നിങ്ങൾ തെറ്റിക്കുന്നുണ്ട്. എന്തിൽ നിന്ന്? ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്. കർത്താവ് പറഞ്ഞു, ആരും നിങ്ങളെ, കർത്താവേ നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോ പ്രിയമുള്ളവരെ, ബരോബയിലുള്ളവരെ പോലെ വേദപുസ്തകം എടുത്തിട്ട് അത് ദിനം പ്രതി എന്ത് ചെയ്യണം? വായിച്ചിട്ട് വരണം. ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഇരുന്ന് കേൾക്കണ്ട. ഒരു പേപ്പറും പേന ഉണ്ടെങ്കിൽ എടുത്തിങ്ങനെ വരച്ചു വെക്കണം. എന്തെന്നറിയാവോ? അത് ശരിയാണോ എന്ന് വീട്ടിൽ പോയെന്ന് നോക്കണം. കാരണം ഗണപതിക്കല്ലുകാരെ ദൈവം കണ്ടിരിക്കുന്നത് അവർ ഏറ്റവും ഉത്തമന്മാരായിട്ടാ. ഹല്ലേലൂയ. ഓക്കെ, ഉത്തമന്മാരായി കണ്ടവർ. ഓക്കെ, ഇവിടെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഏതാ? ഈ കാലഘട്ടം ഏതാ? അന്ത്യകാലഘട്ടം. ഓക്കെ, ഇവിടെ ദിനം പ്രതി വരുന്ന വാർത്താ മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ എന്താ? എന്താ വാർത്തകൾ? അതായത് ഇന്നത്തെ ദിവസം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് മാർച്ച് മാസം 26-ാം തീയതി. ഇന്ന് മാർച്ച് മാസം 26-ാം തീയതി. അതായത് പുതുവർഷം വന്നിട്ട് ഏകദേശം 90 ദിവസമാകുന്നു. പുതുവർഷം വന്നിട്ട് എത്ര ദിവസം? 90 ദിവസം. തമിഴ്നാടിന്റെ ക്രൈം റെക്കോർഡ്സ് അല്ല, കേരളത്തിന്റെ ക്രൈം റെക്കോർഡ്സ് പരിശോധിക്കുമ്പോൾ ഏകദേശം 84 കൊലപാതകങ്ങൾ നടന്നു. എത്ര കൊലപാതകങ്ങൾ? പുതുവർഷം പറഞ്ഞിട്ട് എത്ര നാളായി? 90 ദിവസം ആകാം. 90 ദിവസം ആകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നടന്ന കൊലപാതകങ്ങൾ എത്ര? 84. അതിലെന്തറിയാമോ ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അതിലേശം 36ഓളം കൊലപാതകങ്ങൾ വീട്ടിലുള്ളവരെ തന്നെ കൊന്നു. അതായത് മകൻ അപ്പനെ കൊന്നു. നമ്മുടെ വെള്ളരുടെ പറഞ്ഞ പ്രദേശത്ത് അല്ലേ? ഹൃദയം നടുക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്ത് ഒരു അമ്മയും പറഞ്ഞു കേൾക്കാത്തൊരു വാർത്ത എന്റെ ചെവിയിൽ ഞാൻ കേട്ടു. എന്നറിയാമോ? ഒരു അമ്മ പറഞ്ഞതാ. അതെന്തറിയാമോ? അമ്മ പറഞ്ഞു, പാസ്റ്റേ, എന്റെ മകൻ വന്ന് വാതിലിൽ മുട്ടുമ്പോ എനിക്ക് പേടിയാ. അവൻ ഏത് മനസ്സോടുകൂടിയാണ് എന്നെ കാണുന്നതെന്ന്. എന്റെ മകൻ ലഹരിക്കടിമയ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളൊരു കാലത്താ ഞങ്ങൾ ഈ സുവിശേഷവുമായി നിൽക്കുന്നത്. ഇതെന്തറിയാവോ? നമ്മളെല്ലാം സഹോദരങ്ങളായതുകൊണ്ടാണ്. നമ്മളെല്ലാം സഹോദരനാ. ഈ ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള, ഈ ലോകത്തുള്ള എല്ലാവരും സഹോദരന്മാരാ. ഹിന്ദുവും മുസൽമാനും അതുപോലെ തന്നെ മറ്റു ജാതിക്കാരും മറ്റു ലോകക്കാരും എല്ലാം സഹോദരന്മാരാ. കർത്താവ് പറഞ്ഞു, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. അയൽവക്കക്കാരന്റെ കൊങ്ങയ്ക്ക് പിടിക്കാതെ, സ്വന്തം ചോരയെ വെട്ടിക്കൊല്ലാതെ സ്നേഹത്തോടും സമാധാനത്തോടും ജീവിക്കുന്ന ഒരു തലമുറ വേണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ലോകത്ത് നശിച്ചു പോയില്ല. ദൈവത്തിന്റെ വചനം ലോകത്ത് നശിച്ചു പോയില്ല. ആ വചനത്തിൽ നിന്ന് ജീവനുകൾ ഉടലെടുത്തു. ജീവനുള്ളവർ വന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നാൽ നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ കാലത്തിന്റെ അവസ്ഥയാണ് എന്ന്. ഇല്ല, ഇപ്പോഴത്തെ കാലത്തിന്റെ അവസ്ഥയല്ല കേട്ടോ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം വായിച്ചോ. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. എന്റെ മുൻപിൽ വന്നതൊക്കെ ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജനത്തിന്റെയും അവസാനം ആരുടെ മുൻപിൽ വന്നിരിക്കുന്നു? ദൈവത്തിന് മുമ്പിൽ വന്നിരിക്കുന്നു. വായിച്ചോ. അവസാനം സകല ജഡത്തിന്റെ അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമി അവരാൽ എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? അതിക്രമം കൊണ്ട് നിറഞ്ഞു. ഇന്നത്തെ അവസ്ഥയാണോ? അല്ല, അന്നത്തെ അവസ്ഥയാണ്. എന്താ പറയുന്നത്? ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വായിച്ചോ. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. ഇവിടെ പറയുന്നു, ഞാൻ അവരെ എന്തോടുകൂടെ നശിപ്പിക്കും? ഭൂമിയോട് കൂടെ. ഭൂമിയോട് കൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്ത് പുറത്തും കീൽ തേക്കണം. ഇവിടെ ഓക്കെ ഒന്ന് പറഞ്ഞു, ഞാൻ ഈ ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഭൂമി എന്ത് ചെയ്യും? നശിപ്പിക്കും. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു അല്ലേ? എന്നാൽ ഇവിടെ 8ാമത്തെ വാക്യം വായിക്കുമ്പോ ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 8ാം വാക്യം, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതിക്രമം കൊണ്ട് നിറഞ്ഞ ലോകത്ത് നോഹയ്ക്ക് ദൈവത്തിന്റെ എന്ത് ലഭിച്ചു? കൃപ ലഭിച്ചു. ഇത് ലോകത്ത് അതിക്രമം കൊണ്ട് നിറഞ്ഞോ? നിറഞ്ഞെങ്കിലും എനിക്കും നിങ്ങൾക്കും ഈ വചനം എടുത്ത് ഇങ്ങനെ വെക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചത് കൊണ്ടാ. ദൈവത്തിന്റെ കൃപ നമുക്ക് കിട്ടിയത് കൊണ്ടാ. ആദ്യകാലത്ത് നോഹയ്ക്ക് അത് കിട്ടിയെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ളിരുന്നുകൊണ്ട് കേൾക്കുന്ന എന്റെയും നിന്റെയും കുടുംബത്തിന് ദൈവത്തിന്റെ കൃപ കിട്ടിയതുകൊണ്ട് നമ്മൾ ചത്തുപോകാതിരിക്കാൻ, ഞാനും നിങ്ങളും ലോകത്തിന്റെ പാപത്തിൽ ചത്തുപോകാതിരിക്കാൻ ദൈവത്തിന്റെ കൃപ കിട്ടിയതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ പന്തലിലായിരിക്കുന്നു, ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്നു. കാരണം എന്തറിയാവോ? നമ്മൾ നശിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ഈ ഗണപതിക്കൽ ദേശം നഷ്ടപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുക. അതുകൊണ്ട് എന്തറിയാവോ? ഈ ലോകം എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായ തലങ്ങളിലൂടെ പോകും. കർത്താവായ യേശുക്രിസ്തു ഈ പ്രഭാഷണത്തിൽ ഒരു കാര്യം പറഞ്ഞു. അല്ല, അതറിയാമോ? അത് പറയുന്നതിന് മുമ്പ് ഒരു പാട്ടിന്റെ ഒരു ചരണം നമുക്ക് പാടാം. എന്റെ പോലീസോരാ, ആ പരിശുദ്ധാത്മാവെ ശക്തി പറഞ്ഞുള്ള പാട്ടിന്റെ അന്ന് ബീജർ വായിച്ചു. നമുക്ക് ഒരു നിമിഷം ഈ പാട്ടിന്റെ വരികളൊന്ന് പാടിയതിനു ശേഷം നമുക്ക് അടുത്തതിലേക്ക് സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, വായിച്ചോ. പരിശുദ്ധാത്മാവെ ശക്തി പറഞ്ഞു. ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലും നവോരാത്മാവേ അഭിഷേകം തരണേ. ആദിയിലും നവോരാത്മാവേ അഭിഷേകം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നോഹയ്ക്ക് ആദ്യകാലത്ത് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് കൊണ്ട് അത്രയും വലിയൊരു നാശത്തിൽ നിന്ന് ദൈവത്തിന്റെ കുടുംബത്തെ, നോഹയുടെ കുടുംബത്തെ ആര് വിടുവിച്ചു? ദൈവം വിടുവിച്ചു. നോഹയുടെ കുടുംബത്തെ ദൈവം വിടുവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദര സഹോദരി, പലവിധമായ രോഗപ്രയാസങ്ങൾ, പലവിധമായ കഷ്ടതകൾ വന്ന് ഇന്ന് നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും ദൈവം നിന്നെ പിടിച്ച് ഇത്രയും നാൾ കൊണ്ട് നടത്തിയില്ലേ? ഇത്രയും നാൾ നിനക്ക് ജീവിക്കാൻ അവസരം തന്നില്ലേ? എന്താ? ദൈവത്തിന്റെ കൃപ നിന്നിലുള്ളത് കൊണ്ടാ.
ഒരു പ്രത്യേകത നിനക്കുണ്ട് എന്ന് ദൈവത്തിന് അറിയാം. ഒരു നന്മയുടെ ഒരു അംശം എവിടെയോ ഉണ്ട് എന്ന് ദൈവത്തിന് അറിയാം. കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പലപ്പോഴും പിശാച്, അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് പത്രോസിന്റെ 1 പത്രോസ് 5:8 പറയുന്നത് എന്താ പറയുന്നതോ, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് നടക്കുക. അവന്റെ മുൻപിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്, ഇല്ലേ? പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും ദൈവം നിന്നെ പിടിച്ചിറക്കി കൊണ്ടുവന്നില്ലേ? അല്ലേ? പിടിച്ചിറക്കി കൊണ്ടുവന്നില്ലേ? എന്തിനാ? നിനക്ക് ദൈവത്തിന്റെ കൃപ ഉള്ളത് കൊണ്ട്, നിനക്ക് ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ടാണ്. ആ കൃപയിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു ഈ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയാവോ? ആ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. മത്തായി 7:13 വായിച്ചേ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. ആ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. എന്താ പറഞ്ഞ കർത്താവ് പറഞ്ഞേ? ദൈവത്തിലേക്കുള്ള വാതിൽ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? എന്നാൽ നാശത്തിലേക്കുള്ള വാതിൽ എങ്ങനെയാ? വിശാലമേറിയത്. അതിലൂടെ കടക്കുന്ന ആരാ? അനേകർ, അല്ലേ? ഇന്ന് സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എത്ര പേരെ കാണാൻ പറ്റും? 1-2 പേർ? പീപ്പിൾ ആണോ? അല്ല. ഒരു ഗാനമേള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇല്ല, അല്ലേ? നിങ്ങളെ വീട്ടിൽ നിന്നറിയോ? പലരെ വീട്ടിൽ പറഞ്ഞാണ്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞെരുക്കമുള്ള വാതിലൂടെ കടക്കുന്നവർ ചുരുക്കം പേരാണ്. ദൈവത്തിന്റെ കൃപ ലഭിച്ചതും ചുരുക്കം പേർക്കാ. അവര് ദൈവത്തെ ആരാധിക്കും, അവര് ദൈവത്തെ സ്തുതിക്കും, അവര് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തും. അങ്ങനെ അവരുടെ മേലുള്ള കഷ്ടതകൾ നീങ്ങിപ്പോകും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അതിനു വേണ്ടി ദൈവം വിളിച്ചിരിക്കുക. അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നത്. നോഹയ്ക്ക് കൃപ കിട്ടിയതുപോലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു ഇടുക്കമുള്ള വാതിലൂടെ പോകാൻ. പക്ഷെ ഈ വാതിലൊരു ഒരു പ്രത്യേകതയുണ്ട്. എന്നറിയാവോ? ഈ ഇടുക്കവാതിലാണ് സ്നേഹമുള്ളത്. അമ്മയെ അമ്മയായിട്ട് തിരിച്ചറിയാൻ, സഹോദരിയെ സഹോദരിയായിട്ട് തിരിച്ചറിയുവാൻ, ഈ ലോകത്തെ ലോകമായി തിരിച്ചറിയുവാൻ പറ്റുന്ന സ്നേഹം എന്ന് പറയുന്ന മഹാദൈവത്തിന്റെ കൃപയുള്ളത്. സമാധാനമുള്ള സമാധാനം, അല്ലേ? ഒരു സമാധാനമില്ല, അല്ലേ? ഒരു സമാധാനമില്ല. എന്റെ കടബാധ്യതകൾ എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു, എന്റെ പ്രയാസം എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു രക്ഷയുമില്ല. ഞാൻ എവിടേക്ക് പോകണ്ടു? ചാകാൻ വേണ്ടി കയറെത്ര പ്രാവശ്യം എടുത്തതാ, ചാകാൻ വേണ്ടി വിഷം വാങ്ങിച്ചതാ. ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനമില്ല. അങ്ങനത്തെ അവസ്ഥകൾ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, അതിലൂടെ നിന്നെ വിട്ടുകൊടുക്കാതെ ദൈവം ഇന്ന് നിന്നെ നിർത്തിയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ. എന്നെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ദൈവം കരുതുന്നത് കൊണ്ടാണ്, ദൈവത്തിന്റെ കൃപ കരുതലുള്ളത് കൊണ്ടാണ്. എന്നറിയാമോ? നീ ഞെരുങ്ങിയ വാതിലൂടെ പോകുവാൻ നീ തീരുമാനിച്ചത് കൊണ്ടാണ്. ദൈവത്തിന്റെ ആ സമാധാനം നിനക്ക് തന്നതുകൊണ്ട്. പലപ്പോഴും പല സഹോദരങ്ങളും മദ്യപിച്ച് മതോന്മത്തരമായി ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോ ആരെങ്കിലും അങ്ങനെ ഇരുന്നു കൊണ്ട് എന്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര, നീ അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ബിവറേജ് കൊടുത്ത് കുപ്പി വാങ്ങിച്ച് നീ കുടിച്ച് നീ ബോധം കെട്ട് കിടക്കുമ്പോ നിന്നെ ചൊല്ലിക്കരയുന്ന ഒരു കുടുംബമുണ്ട്, നിന്നെ ചൊല്ലിക്കരയുന്ന ഒരു ഭവനമുണ്ട്, ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്, ഒരു ഭാര്യയുണ്ട്. നിന്റെ കുടുംബത്തെ നീ അനാഥമാക്കി കളയല്ലേ. നിന്റെ കുടുംബത്തെ നീ വേണ്ടാന്ന് വെക്കരുതേ. ലോകം നിന്നെ പലതും പഠിപ്പിക്കും. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, ചിലപ്പോ മയക്കുമരുന്ന് കഞ്ചാവ് തന്ന് നിന്നെ പിടിച്ചുകൊണ്ട് നിന്നെ അവരുടെ ഗ്യാങ്ങിലേക്ക് കൊണ്ടുപോകും. പക്ഷെ നിന്നെ വളർത്തുന്ന അപ്പനും അമ്മയുണ്ടല്ലോ, എത്ര കഷ്ടപ്പെട്ടാന്നറിയാവോ നിനക്ക് ഒരു നേരത്തെ ആഹാരം തരണേ? അറിയാവോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു തലമുറയുള്ള നാടാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു സഞ്ചരിക്കുന്ന പാത ഏതാ? പാത വിശാലമേറിയ പാത. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശാലമേറിയ പാതയിലൂടെ സഞ്ചരിക്കുന്ന കാരണം എന്നറിയാമോ? ദൈവത്തിന്റെ ആരാധനയുടെ വ്യവസ്ഥകൾ തെറ്റിച്ചതുകൊണ്ടാണ്. ആമേൻ. വ്യവസ്ഥകൾ തെറ്റിച്ചു. ദൈവം ആരാധിക്കുവാൻ ഒരു വ്യവസ്ഥ കൊടുത്തു, ആരാധനയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ആ വ്യവസ്ഥ മനുഷ്യൻ തെറ്റിച്ചു കളഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ
സമയം ആൾക്കാർ ചെലവഴിക്കുന്നത് എന്തിന്റെ മുൻപിലാണ്? മൊബൈല്, TV അല്ലേ? മൊബൈല്, TV, ഇതിന്റെ മുൻപിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കും, അല്ലേ? പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ ഗണപതിക്കൽ ആദ്യം ഉണ്ടത് പറയുക. ഒരു സീരിയലിൽ അഭിനയിക്കുന്നതിന് ഒരു അഭിനേതാവിന് ലഭിക്കുന്ന തുക എത്രയെന്നറിയാവോ? ഒരു നടിക്ക് 50,000 60,000 രൂപ. ഒരു ഷെഡ്യൂൾഡ് കംപ്ലീറ്റ് ചെയ്യും. അതായത് ഒരു 10 എപ്പിസോഡ് 11 എപ്പിസോഡ് കഴിയുന്നതിന് അവർക്ക് കിട്ടുന്നു 50,000 രൂപ. അങ്ങനെ ഓരോ നടന്മാർക്കും കിട്ടുന്നു 50,000 രൂപ, അല്ലെങ്കിൽ 60,000 രൂപ, ലക്ഷം രൂപ അവർക്ക് കിട്ടുന്നു. ഇത് കണ്ട് സമയം കളഞ്ഞ് നിനക്ക് എന്നാ കിട്ടണേ? ഓരോ റീൽസ് നമ്മൾ കാണാറുണ്ട്. ആ റീൽസിന് കണ്ടന്റ് കണ്ടെത്തി അവരതിനെ വീഡിയോ ആക്കി ഇടുമ്പോ നമ്മൾ കാണും, ലൈക്ക് അടിക്കും, അവന് പൈസ കിട്ടും. നിനക്കെന്നാ കിട്ടണം? നിന്റെ വീട്ടിന്റെ സമാധാനം പോയോ? നിന്റെ വീട്ടിന്റെ സമാധാനം കിട്ടാൻ വേണ്ടി ദൈവം ഒരു കാര്യം നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിനെ നീ എടുക്കുന്ന സമയം എപ്പോഴാ? രാത്രി കിടക്കാൻ നേരത്ത് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു കിടക്കും, അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോ പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥന നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് തന്നെ അലക്ഷ്യമായി. ദൈവത്തിന് വേണ്ടാത്ത ഒരു തലമുറ അവൻ ആരാധന മറന്നുപോയി. ഈ ആരാധന മറന്നത് ഇന്നൊന്നുമല്ല കേട്ടോ, പണ്ടേ മറന്നതാ. അതായത് ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തന്റെ പേര് കായിൻ എന്നും ഒരുത്തന്റെ പേര് ഹാബേൽ എന്നും. കായിനും ഹാബേലും വാടാ ഇവിടെ വാടാ, അല്ല നീ വാടാ ചേച്ചി, വാടാ ഇങ്ങോട്ട്, സമയം കളയല്ല, എങ്ങനെ വാ. നല്ല ചെറുക്കനല്ലേ? ഓക്കെ. കായിനെന്നും ഈ വന്ന ഹാബേലാക്കാം, വാ ഓടി വാ. ഈ ഒരു പയ്യൻ, 2 പയ്യന്മാരുണ്ട് കേട്ടോ. ഈ പയ്യന്റെ അപ്പന്റെ പേര് രാജി. ഇങ്ങോട്ട് വന്നതാണ്. വാ, ഈ ക്യാമറയ്ക്ക് ബാക്കിൽ, ക്യാമറയ്ക്ക് മുന്നിലേക്ക് വാ. അവന്റെ അപ്പൻ, അല്ലേ? നീ ചുമ്മാ പള്ളി പോവോടാ, വെറുതെ വണ്ടി കയറി പോകുവോ? അപ്പന്റെ കൂടെ അല്ലേ പോവുള്ളൂ? ആണാ? അപ്പം പറഞ്ഞാലല്ലേ കേൾക്കുള്ളൂ, അല്ലേ? ഞാൻ പറയുന്നത് നീ എന്റെ കൂടെ വരാണ്, നീ എന്റെ കൂടെ വരുവോടാ? അങ്ങനെ വരുവോ ഏതെങ്കിലും പിള്ളേര്? വരൂല, അല്ലേ? ഈ അപ്പം പറഞ്ഞു കൊടുക്കുന്നത് ആരനുസരിക്കും? മക്കളനുസരിക്കും. അങ്ങനെ ഇരിക്കേ പൊക്കോ, ശരി. അങ്ങനെ ഇരിക്കേ കായിനും ഹാബേലും എന്ത് കഴിക്കാൻ പോയി? യാഗം കഴിക്കാൻ പോയി, അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന, അറിയാന്നുള്ളോട് പറഞ്ഞു പോവുക. കായിനും ഹാബേലും യാഗം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവർ യാഗം കഴിച്ചു. യാഗം കഴിച്ചപ്പോ ഒരുത്തന്റെ ആരാധനയെ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. മറ്റൊരുത്തന്റെ ആരാധന എന്ത് ചെയ്തില്ല? പ്രസാദിച്ചു. 2 പിള്ളേര്, അല്ലേ? 2 പിള്ളേര് പോയതാ. എവിടെ പോയതാ? യാഗം കഴിക്കാൻ പോയതാ. ആര് പറഞ്ഞതനുസരിച്ച്? അപ്പം പറഞ്ഞതനുസരിച്ച്, അല്ലേ? അപ്പം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ മക്കൾ പോയി, അല്ലേ? മക്കൾ പോയി ആരാധന കഴിച്ചപ്പോ ഒരുത്തൻ്റെ അനുഗ്രഹിച്ചു, ഒരുത്തൻ്റെ അനുഗ്രഹിച്ചില്ല. ദേഷ്യം വരുമോ ഇല്ലയോ? ദേഷ്യം വരുമോ? ആലോചിച്ച് നോക്കിയേ. എനിക്ക് കിട്ടിയ പാവയ്ക്കയും കോവളക്കയും കുമ്പളങ്ങയും കൊണ്ട് ഞാൻ പോയി, എന്നെ ദൈവം എന്ത് ഇല്ല? അനുഗ്രഹിച്ചില്ല. അവനൊരാടിനെ കൊണ്ടുവന്നപ്പോ അതിനെ അനുഗ്രഹിച്ചു. പ്രിയമുള്ള സഹോദരങ്ങൾ, എന്താണ് കാര്യം എന്നറിയാവോ? അപ്പം പറഞ്ഞു കൊടുത്തൊരു രീതിയുണ്ട്, അപ്പൻ പറഞ്ഞു കൊടുത്തൊരു വ്യവസ്ഥയുണ്ട്. മക്കളെ, നീ യാഗം കഴിക്കുന്നത് എങ്ങനെയായിരിക്കണം? പടവലങ്ങയും പാവയ്ക്കയും കോവയ്ക്കയും കൊണ്ടല്ല. പിന്നെന്താ? രക്തം ചൊരിയണം. ഇത് ആരാധനയുടെ വ്യവസ്ഥയാ. ഇത് ആരാധനയുടെ വ്യവസ്ഥയാ. പക്ഷെ ഈ വ്യവസ്ഥ ആര് തെറ്റിച്ചു? കായിൻ തെറ്റിച്ചു. അവന് തോന്നിയതുപോലെ ആരാധിക്കാൻ തുടങ്ങി. അവൻ ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാൻ തുടങ്ങി. ആരായവര്? ദൈവത്തിന്റെ കൃപ ലഭിച്ച മക്കൾ. എന്നാൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ, ബോധിച്ചതുപോലെ, തോന്നിയതുപോലെ ആരാധിക്കാൻ തുടങ്ങി. ആലോചിച്ച് നോക്കിയേ,
ഇത് നമ്മുടെ മക്കൾ എങ്ങനെ ആരാധിക്കും? മക്കളെടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മക്കൾക്ക് അനുസരിക്കാൻ വയ്യ അല്ലേ? തോന്നിയതുപോലെ നിങ്ങൾക്ക് വൈബില്ല. ഇപ്പൊ നമ്മളെയൊക്കെ പറയുന്നത് തന്ത വൈബ് എന്നാ പറയണേ. നിങ്ങളെല്ലാം തന്ത തള്ള വൈബ് എന്നാ പറയണേ. നമ്മളെല്ലാം പഴയ ആൾക്കാരായിപ്പോയി. അത് പറയുന്ന കേൾക്കുന്നത് മക്കൾക്ക് ഇഷ്ടമില്ല. ഇഷ്ടമല്ല കേട്ടോ. എന്തറിയാവോ, നമ്മള് കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കൾ ഒരു 500 രൂപ നോട്ട് ആരെങ്കിലും തരാനുണ്ടോ? ആരൊക്കെങ്കിലും ഒരു 500 രൂപ നോട്ട് തരാനുണ്ടോ? ഒരു 500 നോട്ട് ആരുമില്ല. ആ ഉണ്ട്. പണക്കാരൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ഇവിടെ പേടിക്കണം. രണ്ടെണ്ണം തരാൻ പറ്റുമോ? ഒന്നും കൂടെ തന്നേരെ. ആ രണ്ടും ഉണ്ട്. ഒന്നും കൂടെ തന്നേരെ. 3 എണ്ണം വാങ്ങിച്ചു. ഓക്കെ ശരി. ഇവിടെ മക്കൾ കേൾക്കണം കേട്ടോ. മക്കൾ കേൾക്കണം. ശരി കേട്ടോളെ. ഈ 1000 രൂപ ഒരാൾക്ക് കൈ കിട്ടണമെങ്കിൽ അവൻ എത്ര മണിക്കൂർ ജോലി ചെയ്യണം? 8-9 മണിക്കൂർ അവൻ ജോലി ചെയ്യണം അല്ലേ? ഒരപ്പന് 1000 രൂപ കിട്ടണമെങ്കിൽ ആ അപ്പൻ എത്ര 8 മണിക്കൂറോ 9 മണിക്കൂറോ അധ്വാനിച്ചാലേ അവന്റെ കയ്യിൽ കൊണ്ടുവന്ന് 1000 രൂപ ഇങ്ങനെ കിട്ടത്തുള്ളൂ അല്ലേ? ഒരമ്മയ്ക്ക് ഇത് കിട്ടണമെങ്കിലും ഒരു സ്ത്രീക്ക് ഇത് കിട്ടണമെങ്കിലോ എത്ര നേരം കഷ്ടപ്പെടണം? അതിന്റെ 2 ഇരട്ടി കഷ്ടപ്പെടണം അല്ലേ? 18 മണിക്കൂർ ഒരു സ്ത്രീ കഷ്ടപ്പെട്ടാലേ അവൾക്ക് 1000 രൂപ കിട്ടുള്ളൂ. ഇതും വാങ്ങിച്ചോണ്ട് അപ്പനും അമ്മയും വീട്ടിൽ വരുമ്പോ മക്കൾ പറയും, പപ്പ ഞങ്ങൾക്ക് ടൂറിന് പോകണം, അമ്മ ഞങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കണം പറയുമ്പോ ഒരു അധ്വാനത്തിന്റെ ഒരു ക്ഷീണവും കാണിക്കാതെ അവരുടെ പോക്കറ്റിൽ നിന്ന് ഈ ഒരു ദിവസത്തെ അധ്വാനം എടുത്ത് നിങ്ങളുടെ കയ്യിൽ തരുമ്പോ, ചിലർ ടൂറിന് പോകുമ്പോ 5000 രൂപയാ. അപ്പൊ എത്ര ദിവസത്തെ അധ്വാനമാ? 5 ദിവസത്തെ അധ്വാനം. ഇതെടുത്ത് കയ്യിൽ തരുമ്പോ അതും വാങ്ങിച്ചുകൊണ്ട് പോയ മക്കൾ പറയുന്നു, അയ്യോ എനിക്ക് വീട്ടില് ഒരു സ്വസ്ഥതയുമില്ല. ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയാ? അപ്പനും അമ്മയും കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടി. പക്ഷെ മക്കൾ പറയുന്നു, അയ്യോ എനിക്ക് വീട്ടിൽ സ്വസ്ഥയില്ല. അവന്റെയും എവന്റെയും വീട് നോക്ക്, അവിടെ സ്വാതന്ത്ര്യമാ. എന്നെ കേൾക്കുന്ന പൈതലേ, നിന്റെ അപ്പൻ നിന്റെ അമ്മ ഇത് ഉണ്ടാക്കാൻ കിടത്തപ്പെട്ടുന്ന പാട് ഒന്ന് മാന്യത കൊട്. നീ ഇരുന്നൊന്ന് പഠിച്ചു നോക്കിയേ, ഇതിന്റെ ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. നീ ലോകത്തിന്റെ വഴിയല്ല പോകേണ്ടത്. നീ ലോകത്തിന്റെ വഴിയല്ല പോകേണ്ടത്. പിന്നെ ആരുടെ വഴിയെ പോകണം? ദൈവത്തിന്റെ വഴി. മറന്നു 500 രൂപ കൊണ്ട് വാസു എന്ന് പറയും. ഓക്കെ ശരി. നീ ആരുടെ വഴിയെ പോകണം? ദൈവത്തിന്റെ വഴിയെ പോകണം. ദൈവത്തിന്റെ വഴിയെ പോകണം. മക്കളെ, നിങ്ങൾ തെറ്റിപ്പോകരുതേ എന്ന് പറയുക. ഇവിടെ നോക്കെ കായീൻ എന്ന് പറയുന്ന ചെറുക്കൻ, അവന് ഇഷ്ടമുള്ളതുപോലെ ആരാധിച്ചപ്പോ ദൈവം പ്രസാദിച്ചില്ല. അതിന്റെ തിക്താനുഭവം എന്താ പറയാമോ? വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുക. വായിച്ചു സാറേ അതിന്റെ 4-ാം അധ്യായം. പിന്നെ അവൻ അവന്റെ അനുജനായ ഹാബിലിന് കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യിൽ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയ്യിനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യിന് ഏറ്റവും കോപമുണ്ടായി. ഏറ്റവും എന്തുണ്ടായി? കോപമുണ്ടായി. എന്താ കാരണം? അവൻ ചെയ്ത തെറ്റിന് അവൻ എന്തു വന്നു? കോപം വന്നു. അത് ശരി. ദേഷ്യം വരാറുണ്ടോ? നമുക്ക് എവിടെയാ ദേഷ്യം? മൂക്കിന്റെ തുമ്പത്ത ദേഷ്യം എങ്ങനെയാ വരുന്നതെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധന വരുമ്പോ എന്ത് വരും? കോപം വരും അല്ലേ? ദേഷ്യമുണ്ടോ? ദേഷ്യമുണ്ട്. എല്ലാവർക്കും ദേഷ്യമുണ്ട്. ആർക്കാ ദേഷ്യം ഇല്ലാത്ത? ആരെങ്കിലും ദേഷ്യപ്പെടുമ്പോ ചിരിച്ചുകൊണ്ട് നിൽക്കുവോ? ഇല്ല. നീ എന്നെ ഒന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു വ്യവസ്ഥയുണ്ട്.
ആ വ്യവസ്ഥ തെറ്റിച്ചപ്പോൾ എന്ത് വന്നു? പാപം വന്നു. എന്നറിയാമോ? അവന്റെ സഹോദരനെ കൊന്നു. സ്വന്തം രക്തത്തെ കൊന്നു. അപ്പൊ ആരാധനയുടെ വ്യവസ്ഥകൾ തെറ്റിക്കുമ്പോ, ആരാധനയുടെ രീതികൾ തെറ്റിക്കുമ്പോ എന്ത് പറ്റുന്നു? അവർക്ക് പിശാചിന്റെ സ്വഭാവം വരുന്നു. എന്താ പിശാചിന്റെ സ്വഭാവം? അസൂയ, പിണക്കം, പിണക്കം. കോപം. ഒരു നിമിഷം പൗസ് ചെയ്യണേ. പിണക്കം ഉണ്ടോ? പിണക്കമുണ്ടോ? അതേ ഉള്ളു. ആണോ? അങ്ങനെയാണോ? പിണക്കമുണ്ടോ? പിണക്കം ഉണ്ടോ? പിണക്കമുണ്ട് അല്ലേ? അയ്യോ അത് വാസം, ഞാനും അജിയും തമ്മിൽ ചെറിയൊരു പിണക്കം. പിണക്കം ചെറിയ പറയുന്നു. ചെറുതുമല്ല വലുതുമല്ല, എല്ലാം ദൈവത്തിന് മുമ്പിൽ എന്താ? തെറ്റ് തന്നെയാണ് അല്ലേ? ചെറുതൊന്നുമില്ല. ആലോചിച്ച് നോക്കിയേ. അപ്പോ നമുക്ക് പിശാചിന്റെ സ്വഭാവങ്ങൾ ഉണ്ട് എങ്കിലും ആലോചിക്കുക, ഞാൻ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരമല്ല പോകുന്നത്, ദൈവത്തിന്റെ കൽപ്പന പ്രകാരമല്ല ഞാൻ മുന്നോട്ട് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കണം അല്ലേ? ആദമും ഹവ്വയും എന്തു ചെയ്തു? പാപം ചെയ്തു ഇല്ലേ? പാപം ചെയ്തോ? ആരാ പോയി ഒളിച്ചിരുന്നത്? നിങ്ങൾ താമസം പറഞ്ഞപ്പോ എനിക്ക് ഇച്ചിരി ശ്വാസം എടുക്കാൻ സമയം കിട്ടും. പറ, ആരാ? ആദമും ഹവ്വയും ഒളിച്ച്. എന്തിനാ ഒളിച്ചിരുന്നേ? ആര് പറഞ്ഞു? ആകെ രണ്ടുപേരേ ഉള്ളൂ. എന്തുകൊണ്ട്? എന്താ പാപം? അതാരാ പറഞ്ഞത്? ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞതിനെ എന്ത് ചെയ്തു? തെറ്റിച്ചു. അപ്പോൾ നമുക്ക് എന്ത് തോന്നി? അയ്യേ എന്ന് തോന്നി അല്ലേ? ദൈവം പറഞ്ഞത് തെറ്റിച്ചപ്പോ മനുഷ്യൻ ആദ്യം തോന്നി വികാരം, അയ്യേ ഞങ്ങൾ ആരാ? നഗ്നരാ എന്ന് അവർക്ക് തോന്നി. അപ്പോ ദൈവത്തിന്റെ വ്യവസ്ഥ തെറ്റിക്കുമ്പോ പൈശാചിക സ്വഭാവങ്ങൾ വരും. ദൈവത്തിന്റെ വ്യവസ്ഥ തെറ്റിക്കുമ്പോ മനുഷ്യന് അവന് കുറ്റബോധമുണ്ടാകും അല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ജീവിക്കുന്ന നമുക്കും ദൈവം ഒരു വ്യവസ്ഥ തന്നിട്ടുണ്ട്, ഒരു ആരാധന തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ എഴുതി വെക്കണം. എന്തെന്നറിയാമോ? നിങ്ങൾ എവിടത്തെ ജനങ്ങളെ പോലെ? ബെരോബയിലെ ജനങ്ങളെ പോലെ. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മതം മാറ്റാനോ സഭയെ മാറ്റാനോ ഒന്നും വന്നതല്ല. പക്ഷെ നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദപുസ്തകത്തെ എടുത്ത് ബെരോബയിലെ ജനങ്ങളെ പോലെ എന്ത് ചെയ്യണം? അത് പരിശോധിക്കണം. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കണം. വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. യെസ് പറയുന്നു. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന യഹോവ ആരാകുന്നു? ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. യെസ്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. വായിച്ചു. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ഇവിടെ പറയുന്നു ഒന്നാമത്തെ കൽപ്പന അല്ലേ? അജി അവിടെ നിന്ന് ഇരുന്നേ. ഒന്നാമത്തെ കൽപ്പന എന്താ പറയുന്നത്? ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇത് എവിടെ പറയുന്നു? വേദപുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്ത കൽപ്പനയിൽ പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. അടുത്ത് വായിച്ചോ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും. ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് കൂട്ടിയേക്കാവോ? ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും. താഴെ ഭൂമിയിലെങ്കിലും. ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും. ഉള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്. എന്ത് ഉണ്ടാക്കരുത്, അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം
മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ആ. മക്കളുടെ മേൽ സന്ദർശിക്കുകയും ആ. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ ആമേൻ. സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറയും എന്ത് കിട്ടും? ദയ കാണിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ദയ കിട്ടും, ദൈവത്തിന്റെ കൃപ കിട്ടും. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, 1000 തലമുറ. ആലോചിച്ചോക്കെ, എന്നോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നതിന്റെ അനുഗ്രഹമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നേ, ഹല്ലേലൂയ. അല്ലേ? ആലോചിച്ചോക്കെ, 1000 തലമുറ വരെ കിട്ടുമെന്ന് പറയോ? നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നോഹയെ പോലെ കൃപ ലഭിച്ചവരായിരുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഇന്ന് ദൈവത്തെ അറിയുന്നു. നമ്മുടെ തലമുറ എങ്ങനെയായിരിക്കും? നമ്മുടെ തലമുറയ്ക്ക് ദൈവത്തിന്റെ കൃപ കിട്ടുമോ? നമ്മുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുമോ? എങ്ങനെ അനുഗ്രഹിക്കും? നമ്മൾ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുമ്പോ നമ്മുടെ തലമുറയും ദൈവമെന്റെയും അനുഗ്രഹിക്കും. നമുക്കും ദൈവത്തിന്റെ കൃപ ലഭിക്കും. അതെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന ചോദ്യത്തിന് കൊടുത്ത മറുപടി എന്താ? കുടുംബവും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും പറയണെന്താ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും ഉറങ്ങാതെ രക്ഷ പ്രാപിക്കും. അല്ലേ? നിന്റെ കുടുംബവും, അല്ലേ? നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അല്ലേ? ഞാനാണോ? ഞാൻ മാത്രമാണോ? ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ കുടുംബം ഒന്നായിട്ട് എന്ത് ചെയ്യും? പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറയോളം ദൈവാനുഗ്രഹം കൊടുക്കുമെന്ന് ഞാൻ വിളിച്ചു പറയുന്നല്ലത് കേട്ടോ, അത് വേദപുസ്തകം പറയുന്നതാ. അടുത്ത വായിച്ചോ. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. നിന്റെ ദൈവമായ യഹോവയുടെ നാമം എന്ത് ചെയ്യരുത്? വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. തന്റെ നാമം വൃഥാ എടുക്കുന്നവന് യഹോവ എന്ത് ചെയ്യില്ല? ശിക്ഷിക്കാൻ വിടില്ല. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? തലയെ കഴിക്കുന്ന പ്രശ്നമുണ്ടോ? ഈ സൗകര്യം തലയിൽ കഴിക്കുന്നുണ്ട്? ഇല്ല. ഓക്കെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ എന്തോ 2 പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ അയൽവക്കക്കാർ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ നോക്കിക്കൊണ്ട് കൊഞ്ഞണം കുത്തുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് നിന്നെ ആരെങ്കിലും പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ പറയ, യേശുവിന്റെ നാമത്തില് പോ. എന്റെ യേശു പറഞ്ഞത് പേടിക്കാനല്ല, എന്റെ കർത്താവ് പറഞ്ഞത് പേടിക്കാനല്ല. നീ ബാലസിംഹത്തെ പോലെ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ്. ദൈവത്തിന്റെ നാമം വൃഥാ എടുത്തുകൊണ്ട് നിന്റെ ആത്മാവിന്റെ ശക്തിയെ കെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കി. ആരാ പറഞ്ഞേ? ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞതിനെ പറയും. മനുഷ്യൻ പറയുന്നു 4 പേര് അപ്പുറം ഇപ്പുറം വന്നിരിക്കണം. ഏത് സുവിശേഷം അത്? ഏത് സുവിശേഷം? ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ കേറില്ല എന്ന് പറഞ്ഞാൽ കേറില്ല. അതിന്റെ കുഴപ്പമാണ്. അത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നിൽക്കുന്ന മക്കൾ പേടിക്കേണ്ട കാര്യമില്ല. അവർ ബാലസിംഹങ്ങളെ പോലെ അവർ ഉയർന്നു നിൽക്കും, ഉറച്ചു നിൽക്കും. സദൃശവാക്യം അങ്ങനെ പറയുന്നത്. ഇശാചലർന്ന സിംഹം പോലെ വരുമെങ്കിലും അവർ ബാലസിംഹത്തെ പോലെ എഴുന്നേറ്റ് ധൈര്യത്തോടെ നിൽക്കും. എന്താ കാരണം? എന്റെ രക്ഷകൻ ആരാ? ക്രിസ്തുവാ. എന്റെ രക്ഷകൻ ക്രിസ്തുവാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിർഭയം നിൽക്കും. അടുത്ത വായിച്ചു സാറേ. ശബരിനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. ഇവിടെ പറയുന്നു ശബരിനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. അല്ലെ? എന്താ പറയണേ? ശബരിനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. പലരും പറയും ശബരിനാൾ ശുദ്ധീകരിക്കാൻ ഓർക്കെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആരാധിക്കാൻ പറഞ്ഞു. ഇത് മാറിപ്പോയി, നീങ്ങിപ്പോയി എന്ന് പറയും. ഇത് ഞാൻ എഴുതി കൊടുത്ത കൽപ്പനയാണോ?
അല്ലെങ്കിൽ ഇത് ശബദ് അനുസരിക്കുന്നവർ എഴുതി കൊടുത്ത കൽപ്പനയാണോ? ആണോ? ആണോ അജി? അല്ലാന്ന് ഉറക്കപ്പെട. അല്ല. അല്ല. ഇത് ഞാൻ എഴുതി കൊടുത്ത, ഈ പ്രസംഗിക്കുന്ന ഞാനോ ഇവിടെ വന്നു കൂടിയ പാസ്റ്റർമാരോ എഴുതിയതല്ല. ഇത് ആരെഴുതിയതാ? ദൈവം എഴുതിയതാ. പറയുന്നു ശബദ് നാളിന് ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച്. ഇവിടെ പറയുന്നു 6 ദിവസം. എത്ര ദിവസം? 6 ദിവസം. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. അന്ന് നീയും. മതി. പറയുന്നു ഇത് ശബദ് ദിവസം ഇതാണെന്നറിയാവോ? എന്നാൽ ഒരു വ്യവസ്ഥ പറയുന്നത് 6 ദിവസമുണ്ട്, 7-ാമത്തെ ദിവസം എന്താ? ശബദ അല്ലേ? 6 ദിവസമുണ്ട്, 7-ാമത്തെ ദിവസം ശബദാണ് എന്ന് കൽപ്പനയിൽ പറയുന്നു. അത് കേട്ട മനുഷ്യൻ പറയുക, ഇത് എവിടെയാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, ഗണപതിക്കല്ലെ ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ്? ബരോബയിലെ ജനങ്ങളെ പോലെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്ന് ശോധന ചെയ്യുന്നവരാ. ഓക്കെ, വേദപുസ്തകം പറയുന്നു 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്ത് 7-ാം ദിവസം നിന്റെ ദൈവമയോട് ശബദാകുന്നു എന്ന് പറയുക. അടുത്ത വായിച്ചോ. അത് നീയും നിന്റെ പുത്രനും. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. അല്ലേ? എന്തിനാ വേണ്ടിയാ നീ വേല ചെയ്യാതിരിക്കേണ്ടത്? ചുമ്മാ കിടന്ന് ഉറങ്ങാനാണോ? അല്ല. ദൈവം പറയണു 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെ ചെയ്ത് 7-ാം ദിവസം നിന്റെ ദൈവമായ ശബദാകുന്നു. അന്ന് നീയും നിന്റെ വേലക്കാരത്തിയും നിന്റെ പടിവാതിൽക്കുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നിരിക്കുന്ന ദിവസം നീ ദൈവത്തെ ആരാധിക്കൂ, ദൈവത്തെ പ്രാർത്ഥിക്കൂ. അപ്പൊ പറയും, പാസ്റ്റേ ഇതൊക്കെ അങ്ങ് മാറിപ്പോയതല്ലേ, പിന്നെ എന്തിനാ ഞങ്ങൾ ഇത് ആരാധിക്കണേ? അങ്ങനെയാ പറയുമ്പോ നമ്മള് സാധാരണ ഈ കൽപ്പന കൊടുത്തത് സീനായി പർവ്വതത്തിൽ നിന്നല്ലേ? ആണോ? അപ്പൊ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സീനായി പർവ്വതത്തിന് മുമ്പ് കൽപ്പന ഉണ്ടായിരുന്നു? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം വേഗം വായിക്കണേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. ആമേൻ. ഞാൻ പറയണോ? അല്ല, വേദോസ് പറയാ ഏത് ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു? 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഇനി സമയമില്ലാത്തതുകൊണ്ട് വേറെ പറയാം. സമയമില്ലാത്തതുകൊണ്ട് വേറെ പോകുക. ഒരു കാര്യം പറയാം. അതായത് നമ്മള് മന്നയുടെ ചരിത്രം കേട്ടിട്ടുണ്ടോ? മന്ന കേട്ടിട്ടുണ്ടോ? അല്ലേ? മന്ന ഏതൊക്കെ ദിവസമാണ് ഇല്ലാത്ത? എന്ന് പറഞ്ഞു ശബദ ദിവസം അല്ലേ? മന്ന ഏത് ദിവസമില്ല? ശബദ ദിവസമില്ല. എത്ര ദിവസമുണ്ട്? 6 ദിവസമുണ്ട്. 6 ദിവസം ഇങ്ങനെ വീഴും. 7-ാം ദിവസത്തേക്ക് വെള്ളിയാഴ്ച ഒരു ദിവസം കൂടെ എന്ത് ചെയ്യണം? എടുത്തു വെക്കണം. ഇങ്ങനെ ഒരു അത്ഭുതം കൊടുത്തു ദൈവം. ഞാൻ ചോദിക്കട്ടെ, മന്ന ഏത് ദിവസം ഇല്ല? ശബദ ദിവസം ഇല്ല. എവിടെ ആ ശബദ്? ഭൂമിയിലാണോ സ്വർഗത്തിലാണോ? കാരണം ഈ മന്ന എവിടെ നിന്നാ കൊടുത്തോണ്ടിരിക്കുന്നത്? സ്വർഗത്തിൽ അല്ലേ? മന്ന എവിടെ നിന്ന് കൊടുത്തോണ്ടിരിക്കുന്നു? സ്വർഗത്തിൽ കൊടുത്തോണ്ടിരിക്കുന്നു. 7-ാം ദിവസം എന്തില്ല?
മന്നയില്ല. അപ്പൊ എന്താ കാരണം? കടയടവ. എവിടെ? അവിടെ ഉള്ളത് മാറുവോ? അവിടെ ഉള്ളത് നീങ്ങോ? സ്വർഗത്തിൽ എഴുതിയത് മാറുവോ? നീങ്ങോ? അപ്പൊ സീനായി പർവ്വതത്തിന് മുൻപേ ദൈവം ഉറപ്പിച്ചൊരു വ്യവസ്ഥ എന്ന് പറയുന്നത് ശബദ അല്ലേ? അത് കഴിഞ്ഞ് സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം എന്ത് ചെയ്തു? ദൈവം അവർക്ക് കൽപ്പനയെ കൊടുത്തു. ഓക്കെ, ദൈവം സീനായി പർവ്വതത്തിൽ നിന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ദൈവം സീനായി പർവ്വതം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ ശേഷം യെശയ്യാ പ്രവചനം 58-ാം അധ്യായം അതിന് 13-14 വാക്യങ്ങൾ വായിച്ചേ. യെശയ്യാ പ്രവചനം 58, 13-14 വായിച്ചോ. അറിയാന്നുള്ള വാക്യം പെട്ടെന്ന് വാക്യം. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷം എന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും എന്ത് ചെയ്യണം? പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഇതാരോ? യെശയ്യാ പ്രവാചകൻ പറയുന്നു. അപ്പൊ പ്രവാചകന്മാരുടെ കാലത്തും എന്തിനെ ദൈവം അനുഗ്രഹിച്ചു? സീനായി പർവ്വതത്തിൽ കൊടുക്കുന്നതിന് മുൻപ്, അതിനുശേഷം പ്രവാചകന്മാരിലൂടെ കൊടുത്തു. യെസ്, അടുത്ത് നമ്മൾ പറയുന്നു കർത്താവായ യേശുക്രിസ്തു സഭയും 4-ാം അധ്യായം 16-ാം വാക്യം വായിച്ചോ. പറഞ്ഞു കൊടുക്കേ. ലൂക്കോസ് 4:16. അവൻ വളർന്ന് നസ്രത്തിൽ വന്നു. അവൻ വളർന്ന് എവിടെ വന്നു? നസ്രത്തിൽ വന്നു. ശബദിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അന്ന് മാത്രമാണോ? അല്ല, പിന്നെ എന്നാ? പതിവ് പോലെ അല്ലേ? പതിവ് പോലെ കർത്താവായ യേശുക്രിസ്തു പള്ളിയിൽ പോയി. ഏത് ദിവസം? ശബത്ത് ദിവസം. അപ്പോ കർത്താവായ യേശുക്രിസ്തുവും പള്ളിയിൽ പോയത് ഏത് ദിവസം? ഞാൻ അടുത്ത ഈ ശബത്ത് ദിവസം ഏതാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് അല്ലേ? അമ്മ പറയണു ഞായറാഴ്ചയാണെന്ന്. ഞാൻ അതിലൊന്നും എതിര് പറയുന്നില്ല. അമ്മ ബരോബയിലെ ജനത്തെ പോലെ വേദപുസ്തകത്തെ എന്ത് ചെയ്യണം? ശോധന ചെയ്തിട്ട് നമ്മൾ പറയണം. ഓക്കെ, കർത്താവായ യേശുക്രിസ്തു മരിച്ചു അല്ലേ? കല്ലറയിൽ വെച്ചു. അവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നു. അന്ന് എന്തായിരുന്നത് കൊണ്ട്? അന്ന് ശബദായിരുന്നത് കൊണ്ട് അല്ലേ? വിശുദ്ധന്മാരുടെ ഒരുക്കനാളായിരുന്നത് കൊണ്ട് ഇനിയും. അപ്പൊ കർത്താവ് യേശുക്രിസ്തു മരിച്ചു, അടക്കം ചെയ്തു. എന്താ? അന്ന് ശബദായിരുന്നത് കൊണ്ട് അവരെല്ലാം പോയി. പിന്നെ അവരെപ്പോഴാ വരണേ? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അന്ന് വന്നപ്പോ ആരെ കണ്ടില്ല? ക്രിസ്തുവിനെ കണ്ടില്ല. ആലോചിച്ച് നോക്കിയേ. അടക്കം ചെയ്തു എന്ന് ശബദില് പിറ്റേ ദിവസം ശബദായിരുന്നു. അത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ത് ചെയ്തു? അവർ വന്നു. ഇതെവിടെ പറയുന്നതാ? വേദപുസ്തകത്തിൽ പറയുന്നതാ. വേദപുസ്തകം പറയുന്നു ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർ വന്നപ്പോൾ ആരെഴുന്നേറ്റു? കർത്താവ് എഴുന്നേറ്റു. ഇന്ന് ലോകമെമ്പാടും ദുഃഖിച്ചിരിക്കുന്ന ദിവസം ഏതാ? ദുഃഖ വെള്ളിയാഴ്ച അല്ലേ? അടുത്ത് ഉയർത്തെഴുന്നേറ്റ ആദ്യ ദിവസം ഏതാ? 1-ാം നാൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ശബദ് ഏത് ദിവസമാണ്? പറയണ്ട ചോദിക്കൂ. ഇന്ന് വീട്ടിൽ പോയി ഒന്ന് ശോധന ചെയ്യണം. ഈ പറഞ്ഞ വചനം ശരിയാണോ? ഞങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഞാൻ പറയില്ല. ഓക്കെ, പറയും. ഓക്കെ, അന്ന് ആ ദിവസം എന്ത് ചെയ്തു? അവര് ദൈവത്തെ ആരാധിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലൻ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയ സമയത്ത് അപ്പോസ്തലന്മാർ എന്നാണ് പള്ളിയിൽ പോയതെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 2-ാമത്തെ വാക്യം. പൗലോസ് പതുപോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബദിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അപ്പോസ്തലന്മാരുടെ കാലത്തും പറയുന്നു അവർ പതിവ് പോലെ എത്ര 3 ശബദിൽ ചെന്ന് അല്ലേ? അപ്പൊ ഇത്
ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവം നൽകിയിട്ടുള്ള ഒരു ആരാധന ദിവസമാണ്. അത് ഏതാ? കൽപ്പനയിൽ തന്നിട്ടുള്ളതാണ്. ഈ കൽപ്പനയിൽ തെറ്റിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. ആണോ? അല്ലേ? അങ്ങനെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 5ാം കൽപ്പന എന്താ പറയുന്നത് സാറേ? 5ാം കൽപ്പന എന്റെ അപ്പനെ മുഖത്ത് നോക്കിയിട്ട് അപ്പനെ വിളിക്കണോ? പറയാ, എന്താ പറഞ്ഞേ? ദൈവമായ യഹോവ, നിന്റെ ദൈവം യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. നിന്റെ അപ്പനെയും അമ്മയും. അപ്പൊ വരുമ്പോ കാലിന്റെ മണ്ടേ കാലെടുത്തിട്ട് വിളിക്കാനാണ് പറയുന്നത്, അല്ലേ? അമ്മ പറയുമ്പോ നിങ്ങൾ വായിന്നേ എന്ന് പറയണാണോ? ആണോ? ഇല്ല. എന്താ പറയുന്നു? നിന്റെ അപ്പനെയും അമ്മയെയും. അപ്പൻ്റെ അടുത്ത് ദേഷ്യപ്പെടുവോ? അമ്മയുടെ ദേഷ്യപ്പെടുവോ? നിങ്ങൾ നല്ല കുട്ടികളാ. പേരെന്താ? ദിക്കു. മോളെ പേരെന്താ? അക്കു. ദിക്കു അക്കു, നല്ല പേരാ. ഓക്കെ, അവര് വന്നു നോക്കി, ദൈവത്തിന് പ്രസാദമുള്ള മക്കളാ. ദിക്കു അക്കു വന്ന് മുന്നേ തന്നെ ഇരുന്ന് ദൈവത്തിന് വചനം കേൾക്കുക. അപ്പനെ അമ്മയും ബഹുമാനിക്കുന്ന മക്കളാ. ഞാനാ പറഞ്ഞ പാസ്റ്റർ പറഞ്ഞ കേട്ടോ. ദൈവം അനുഗ്രഹിക്കും മക്കൾ. ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി വളരണം. അപ്പനെയും അമ്മയും അനുസരിക്കുന്ന മക്കളായി വളരണം. ദൈവം പറയുന്നതാ, ഈ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാൻ. അപ്പം പറയുന്നതിനെയും അനുസരിച്ചുകൊണ്ട് പോസ്റ്റിൽ പോകും, ഇരിക്കും, അവിടെ കിടക്കും. കൈയും കാലും മുറിഞ്ഞ് അവിടെ കിടക്കുമ്പോഴാണ് ആലോചിക്കുന്നത്, അയ്യോ അമ്മ ഓടിവാ. അതുവരെ അമ്മ പറയുന്നത് കേൾക്കണ്ട, അപ്പം പറഞ്ഞ കേൾക്കണ്ട. ദൈവത്തിന് കൽപ്പന പറയുന്നതാ. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു വായിച്ചത്? കൊല ചെയ്യരുത്. നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് കള്ളസാക്ഷ്യം പറയരുത്. എന്തോ പറഞ്ഞേ? കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭവനത്തെ എന്ത് ചെയ്യരുത്? മോഹിക്കരുത്. ഇന്നൊരു വാട്സപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്, അല്ലേ? സ്വന്തം ഭാര്യയുടെ അടുത്ത് ഐ ലവ് യു എന്ന് പറയാൻ മടി, അല്ലേ? സ്വന്തം ഭാര്യ അടുത്ത് പറയൂടാ ജി? പറയൂല. അവളെ ചിരിക്കുന്നുണ്ടപ്പോ മനസ്സിലായി, അല്ലേ? എന്തുവാ? സ്വന്തം ഭാര്യയുടെ അടുത്ത് ഒരു ഗുഡ് മോർണിംഗ് പറയില്ല. ആരാന്റെ ഭാര്യയ്ക്ക് ഒരു ഗുഡ് മോർണിംഗ്, ഒരു പൂവ്, ഇതൊക്കെ അയക്കാൻ മനുഷ്യന് ഒരു മടിയില്ല. കർത്താവിന്റെ വചനം പറയുന്നത്, നീ കൂട്ടുകാരന്റെ ഭാര്യ എന്ത് ചെയ്യരുത്? മോഹിക്കരുത്. അവന്റെ കുടുംബത്തെ മോഹിക്കരുത്, അവനുള്ള വീട് മോഹിക്കരുത്, അവനുള്ള ഒന്നും മോഹിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നതാ. പ്രിയമുള്ളവരെ, ദൈവത്തിലേക്കുള്ള വഴി ഇടുക്കമെന്ന് മനുഷ്യന് തോന്നും. എന്നാൽ ഈ ലോകത്ത് അവൻ കാണുന്ന വിശാല വഴി എന്ന് പറയുന്നത് നാശത്തിലേക്കുള്ളതാ. മറന്നു പോകരുത്. ഇങ്ങനെ ദൈവത്തിന്റെ കൽപ്പന 10 മനുഷ്യനോട് പറയുകയാണ്, നീ ഇത് പ്രമാണിച്ച് ഇത് അനുസരിച്ച് നടക്ക, എന്നാൽ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഓക്കെ, കായിനും ഹാബേലിനും കായിന് വന്നതുപോലെ ദേഷ്യം വരുന്നെങ്കിൽ നമ്മൾ എവിടെയോ എന്തിലുണ്ട് തെറ്റുന്നുണ്ട്, വ്യവസ്ഥകൾ മാറുന്നുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നമ്മൾ ജീവിക്കണം പ്രിയമുള്ളത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഉത്തമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ആരെപ്പോലെ? പരോപയൽ ജനങ്ങളെ പോലെ ഉത്തമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയും കാൽ വേദപുസ്തകം എടുത്ത് നടന്നത്, ഇത്രയും നാൾ പാട്ട് പാടിയത് ആരാന്റെ വാക്ക് കേട്ടിട്ടാണോ? അത് ഞാൻ വായിച്ചറിഞ്ഞ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരു പക്ഷേ നിങ്ങൾക്കിത് വേദന ഉണ്ടാക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും, ഇവനിത് എന്താണ് പറയുന്നത് എന്ന് വിചാരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. പിന്നെ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് നടക്കുമ്പോ പിന്നെ അങ്ങോട്ട് നമുക്ക് ലഭിക്കുന്നത് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അനുഗ്രഹം. അതായത് 12 വർഷം രക്തസ്രാവം പിടിച്ച സ്ത്രീ, അല്ലേ? അവളുടെ വേദപുസ്തകത്തിൽ ഇരിക്കുന്നു, ഒരു വൈദ്യന്മാരാലും സൗഖ്യം വരാത്തൊരു സ്ത്രീ, അല്ലേ? അങ്ങനല്ലേ ഇരിക്കുന്നേ? അവൾ ആരുടെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടു?
പ്രിയമുള്ളവരെ, അവൾ അതിനെടുത്ത് എഫേർട്ട് എന്ന് പറയുന്നത് എത്രയെന്നറിയാമോ? വയ്യാത്ത ശരീരം, ബ്ലീഡിങ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ശരീരം, ആ ശരീരം കൊണ്ട് ഒരു പുരുഷാരത്തെ വകഞ്ഞു മാറ്റി അവിടെ ചെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടുവെങ്കിൽ അവൾക്ക് വന്ന മാനസാന്തരം എന്ന് പറയുന്നത് ആ പാപങ്ങളെയൊക്കെയും മറന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അവൾക്ക് സൗഖ്യം കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സൗഖ്യം എന്ന് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിച്ച് ഒരു മാനസാന്തരം ഉണ്ടാകണം. നമ്മൾ ആദ്യം വായിച്ച വചനം എന്താ വായിച്ചത്? റോമർക്ക് ലേഖനം 12 1 വാക്യം. 2 വാക്യം വായിച്ചേ. 2 വാക്യം. വെരി ഗുഡ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെടുവിൻ. മനസ്സൊരുക്കി രൂപാന്തരപ്പെടുവിൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിരുന്ന് മനസ്സൊരുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ കുടുംബം, നീ നിനക്കുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിക്കും. നഷ്ടത്തിന് ചരിത്രം നിനക്ക് പറയാൻ കാണത്തില്ല, നീ പറയത്തില്ല. നഷ്ടത്തിന് ചരിത്രം പറയാനുള്ള ദൈവം നമ്മളെ വിളിച്ചത്. പിന്നെന്താ? വായ്പ വാങ്ങാനിട വരികയില്ല അല്ലേ? ചില കാര്യങ്ങള് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നത് അറിയാമോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും അല്ലേ? ഇത് ദൈവം പറഞ്ഞ വചന. അജീകരിച്ചു പറയാനില്ല. ഒരു കുടുംബകലം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഇനി ഇരുത്തില്ല. ഓക്കെ, ശരി. അജി, ഇത് ഞാനും എന്റെ പ്രശ്നവുമാണ്. ഇതാ എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം, ഞാൻ 10 ലക്ഷം രൂപ ബാങ്കിൽ ലോൺ അടയ്ക്കണം. ഇതാണ് എന്റെ പ്രശ്നം. ഇതെന്താണ്? ഇത് പറയൂ. എന്റെ പ്രശ്നം എന്താ? ഇത് പ്രശ്നം, ആ 10 ലക്ഷം രൂപ ലോൺ അടയ്ക്കണം. ഞാൻ ഈ പ്രശ്നത്തെ നോക്കി നോക്കി ഇങ്ങനെ ഉരുകി 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 ജീവിക്കും അല്ലേ? ഈ പ്രശ്നം എന്നെ എന്ത് ചെയ്യും? എന്നെ മാനസികമായി തളർത്തും. ഞാൻ എപ്പോഴും ഈ പ്രശ്നത്തെ നോക്കിയാലും ഈ പ്രശ്നം എന്നെ ഇങ്ങനെ വലിയൊരു രോഗിയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു ദിവസം ഈ പ്രശ്നം നിങ്ങളെ വിട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കണോ? ഹല്ലേലൂയ. ഒരു ദിവസം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിങ്ങളെ വിട്ടു പോകും. നിങ്ങൾ ഇപ്പോൾ എന്ത് പ്രശ്നമാണോ അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നം നിങ്ങളെ വിട്ടുപോകും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സംഘർഷം, അത് നിങ്ങളെ നിത്യരോഗിയാക്കി മാറ്റും. ചിലർ പറയാറുണ്ട്, എന്റെ നെഞ്ചിൽ എന്തോ എടുത്തു വെച്ചൊരു ഭാരം ഇറങ്ങിയില്ല, അതങ്ങനെ ഇരിക്കും. എന്റെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം അല്ലേ? ഈ പ്രശ്നം എന്നെ തളർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കർത്താവ് പറയുന്നു, നിന്റെ സകല ചിന്താകുലവും എന്റെ മേലിട്ടുകൊള്ള. നിന്റെ സകല ചിന്താകുലവും എന്റെ മേലിട്ടുകൊള്ളുക. നീ എത്ര ഭാരത്തിൽ നടന്നോ, എത്ര പ്രയാസം നടന്നോ, ഏത് രോഗത്തിൽ നടന്നോ, കുഴപ്പമില്ല. നീ എന്റെ മേലിട്ട് നീ സന്തോഷത്തോടെ നടക്ക്. കർത്താവായ യേശുക്രിസ്തു നമുക്കൊരു വാഗ്ദത്തമാ പ്രിയമുള്ളത്.